നമുക്കറിയാം മ്യാൻമറിന്റെ അവസ്ഥ, ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്. പല വിഭാഗങ്ങളായി തിരിഞ്ഞ് ജനങ്ങൾ ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ട് മ്യാൻമറിൽ. രോഹിംഗ്യൻ അഭയാർത്ഥികളെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലും രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ബോട്ട് മുങ്ങിയതായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നതുമാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? റോബിൻ, ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 500-ലധികം മരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അന്താരാഷ്ട്ര സംഘടനകളുടെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും 2 ബോട്ടുകളാണ് മുങ്ങിയതായിട്ട് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് 2 ബോട്ടുകൾ മറിഞ്ഞ് അതിൽ അഭയാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അഭയാർത്ഥികളുടെ സഞ്ചാരപാതയിൽ അഭയാർത്ഥികളുടെ ബോട്ടുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ബോട്ടിന് താങ്ങാനാകുന്നതിൽ കൂടുതൽ ആളുകൾ അതിൽ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് പല നാടുകളിലും മുങ്ങുന്ന അല്ലെങ്കിൽ തകരുന്ന ഈ കപ്പലുകളും ബോട്ടുകളും ഒക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്തരം ഒരു വിഭാഗത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ബോട്ടുകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ബോട്ടിന്റെ ശേഷിയേക്കാൾ കൂടുതലായിട്ട് ജനങ്ങൾ അതിൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഈ 2 ബോട്ടിലുള്ള 500-ലധികം പേര് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതിലെ നമ്പറിന്റെ കാര്യത്തിൽ, അതായത് ഈ 500 എന്നുള്ള എണ്ണത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും 300-ന് മുകളിലേക്ക് മരണം ഉണ്ടാകുമെന്ന് ഔദ്യോഗിക സംഘടനകൾ എന്തായാലും ഉറപ്പിക്കുന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വളരെ ഭീതിജനകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടി തന്നെയാണ് ഇപ്പോൾ മ്യാൻമർ ലോകവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം. എന്തായാലും ഇത്രയും വലിയൊരു, അതായത് ഒരേ ഒരു അപകടത്തിൽ തന്നെ ഇത്രയും വലിയൊരു മരണസംഖ്യ, അത് ഈ അഭയാർത്ഥികളുടെ പ്രശ്നത്തിലായാലും ശരി, ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പ്രശ്നത്തിലായാലും ശരി, ഇത് ആദ്യമായിട്ടാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയൊരു നമ്പർ ഇതിനു മുൻപ് ഒരുമിച്ചുണ്ടായിട്ടുണ്ടോ എന്നത് ഒരു സംശയം തന്നെയാണ്. ഇപ്പോൾ ഈ ബോട്ടിൽ യാത്ര ചെയ്തിരുന്നതിൽ ഭൂരിഭാഗവും റോഹിംഗ്യൻ വംശജരായിരുന്നു. അതായത് അവരുടെ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും, അവിടുത്തെ കലാപങ്ങളിൽ നിന്നും, ആഭ്യന്തര കലാപങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒരു ജീവിക്കാനുള്ള ഒരു സാഹചര്യം, എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷയില് തങ്ങളുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഒരു നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാൻ, ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില് നാടും വീടും വിട്ട്, വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിട്ട് ഒരു മറ്റൊരു നാട്ടിലേക്ക് കുടിയേറാൻ ആഗ്രഹിച്ച്, ഒരു നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് ഒരു ബോട്ട് എങ്ങനെയോ ഒരു ബോട്ടിലെത്തിപ്പെട്ട് ആ ബോട്ട് വഴി മറുകര എത്താനുള്ള ഒരു ശ്രമത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോയ ജീവനുകളാണ് ഈ 500 പേരെന്ന് പറയുന്നത്. അത് വളരെ വലിയൊരു സംഖ്യയാണ്, വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 250ഓളം ആളുകളുമായിട്ട് പോയ ആദ്യത്തെ ബോട്ടുമായിട്ടുള്ള ബന്ധം പുറപ്പെട്ട് കുറച്ച് സമയത്തിനകം തന്നെ നഷ്ടപ്പെട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടുപുറകെ 280ഓളം യാത്രക്കാരുമായിട്ട് രണ്ടാമത്തെ ബോട്ടും ഉണ്ടായിരുന്നു. ജൂലൈ 8-ന് ഈ ബോട്ടിന്റെയും ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് നടത്തിയ തിരച്ചിലുകളിലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിലേക്ക് എത്തുവാനുണ്ടായ ഒരു അവസാനമായിട്ടുണ്ടായ ഒരു റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ എത്തിയത്, ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലിപ്പം ഈ മരണത്തെക്കുറിച്ചും ഔദ്യോഗിക മരണസംഖ്യയെക്കുറിച്ചും ഒന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ, അതായത് ഒന്നാമത്തെ പ്രശ്നം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, ഈ ഒരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ബോട്ട് പോയി അതിൽ ഏകദേശം ഇത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നൊരു കണക്കാണ് എല്ലാ സംഘടനകളിലും ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ബോഡികൾ ലഭിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ അതിൽ യഥാർത്ഥത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് വളരെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യം തന്നെയാണ്. അത് ആ ബോട്ട് പുറപ്പെട്ട സ്ഥലത്തു നിന്നുള്ളവർക്കോ അല്ലെങ്കിൽ അത് യാതൊരു വിധത്തിലുള്ള രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ അതിന് ഒരു ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിലില്ല, അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഒരുപക്ഷെ ഇതിലും കൂടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നതും വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 500ഓളം പേരാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അതായത് ഔദ്യോഗികമായിട്ട് UN അടക്കമുള്ള സംഘടനകളിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാണ്ട് UN ആണ് ഇതിപ്പോ പുറത്തു വിട്ടിരിക്കുന്നതും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മരണസംഖ്യ അടക്കമുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്, അതിൽ ഏതൊക്കെ നാട്ടുകാരുണ്ടായിരുന്നു എന്ന് തുടങ്ങിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും ഒക്കെ ഇതുപോലെ ഇപ്പൊ ഈ നടന്നതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ ഇതിനു മുൻപ് പല തവണയായിട്ട് നടന്നിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും
ഭാഗത്തും അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബോട്ട് അപകടങ്ങളും കാര്യങ്ങളുമൊക്കെ മരണങ്ങളുമൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ ഇത്രയും വലിയൊരു മാസീവ് നമ്പർ അത് ആദ്യമായിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറ്റ അപകടത്തിൽ ഇത്രയും വലിയൊരു മരണം, അത് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു അപകടത്തിൽ ഇത്രയും വലിയൊരു മരണം ആദ്യമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മ്യാൻമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് വലിയ നടുക്കം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ലോകം മുഴുവനും ഇപ്പോൾ ഈ ഒരു വലിയൊരു മാനസിക പ്രയാസത്തിൽ കൂടെ ഈ ഒരു വാർത്തയ്ക്ക് ശേഷം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമ്പർ, അതായത് എത്ര പേര് മരിച്ചു എന്നതിൽ യഥാർത്ഥത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ വന്നേക്കാം. അത് ഒരുപക്ഷെ ഭീതിപ്പെടുത്തുന്ന ഒരു നമ്പർ ആകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. റോബിൻ.